Ladies and gentlemen, welcome back. ഇപ്പോൾ നമ്മളിന്ന് ബ്രോ ക്യാമ്പിലെ 251 ദിവസം 251 days പ്രോഗ്രസ് ഓവർ 251 days ഇൻ ബ്രോ ക്യാമ്പ്. കൃത്യമായി പറയാൻ 8 മാസം ഒരാഴ്ചയായി ബ്രോ ക്യാമ്പിൽ വന്നിട്ട്. വീക്ക് ഫുമിഗേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ സംതിങ് ലൈക്ക് ഫുമിഗേഷനിലൊരു 3 weeks കുറച്ചാൽ മതി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീക്കിൽ ലാസ്റ്റ് വീഡിയോ ഇട്ടതിന് ശേഷം ഈ ഒരു ത്രൂ ഔട്ട് പീരീഡിൽ വാട്ട് ഹാപ്പൻഡ്, വാട്ട് ഇംപ്രൂവ്ഡ്, വാട്ട് നോട്ട് ഗോൺ വെൽ, ഓർ വാട്ട് ആർ ദ തിങ്സ് ഐ വാണ്ട് ടു ഇംപ്രൂവ്, ഓർ വാട്ട് ആർ ദ തിങ്സ് ഐ ഹാവ് ഫെയിൽഡ്, വി ആർ ഡിസ്കസിങ്. ഐ ആം മുഹമ്മദ് അൽബീബ്. വെൽക്കം ബാക്ക്. First thing I want to mention is that I have completed Hyperfocus, a book by Chris Bailey. ഈ വർഷം ഒരു ബുക്ക് വായിച്ചിരുന്നില്ല, ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് ഈ ബുക്ക് വായിച്ചിരുന്നത്. സംതിങ് സ്റ്റാർട്ട് February 16th and I have finished in August 16th. Something like 6 months. It's not നല്ല അടിപൊളി കണ്ടന്റ് ഉണ്ട് ഈ ബുക്കിൽ. പക്ഷേങ്കിൽ something is, for me at least, something is lagging. എവിടെയോ ഒരു ഇത്. ആൻഡ് ഈ ബുക്ക് നമുക്ക് മനസ്സിലായത് ഇറ്റ്സ് നോട്ട് ഓൾ അബൌട്ട് എവറി ടൈം ഹൈപ്പർ ഫോക്കസ്. ഇറ്റ്സ് മീൻസ് ലൈക്ക് വി ആർ യൂസിങ് അവർ അറ്റൻഷൻ സ്പാൻ. ആൻഡ് അറ്റൻഷൻ സ്പാനിൽ നമ്മൾ എത്ര യൂസ് ചെയ്യുന്നോ അതിനനുസരിച്ച് അറ്റൻഷൻ സ്പാൻ ചെറുതായിക്കൊണ്ടിരിക്കുന്നില്ല. അറ്റൻഷൻ സ്പാൻ അതിൻ്റെ എനർജി ഡൗൺ ആയിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മസിൽ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം മസിലിൽ വർക്ക് ചെയ്തെങ്കിൽ മസിലൊന്ന് ക്ഷീണിക്കും. അതുപോലെ തന്നെ അറ്റൻഷൻ സ്പാനിൽ ഒരു പെർട്ടിക്കുലർ സംഭവമുണ്ട്. നമ്മൾ ഹൈ ഫോക്കസ് വേണ്ട സാധനം കൂടുമ്പോൾ അറ്റൻഷൻ സ്പാൻ കൂടുതലൊക്കെ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ഹാബിറ്റ്സ് അല്ലെ ഹാബിച്വൽ തിങ്സ് ചെയ്യുമ്പോൾ അറ്റൻഷൻ സ്പാൻ വളരെ കുറവ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം നമുക്കിപ്പോൾ എന്താ പറയുക, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാൻ പറ്റും. എന്നുവെച്ചാൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന ഹാബിറ്റായ സാധനങ്ങൾ ചെയ്യുമ്പോൾ വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ ഈ ബുക്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കാറ്റർ ഫോക്കസ് പറഞ്ഞിട്ടുള്ള പാർട്സ് ആണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഫസ്റ്റ് ഹാഫിൽ ഇതിൽ എങ്ങനെ ഹൈപ്പർ ഫോക്കസ് ചെയ്യാം, ഹൈപ്പർ ഫോക്കസ് ചെയ്യുന്നതിനുള്ള ഗുണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഹൈപ്പർ ഫോക്കസിനേക്കാൾ കൂടെ സ്കാറ്റർ ഫോക്കസ് എങ്ങനെ സ്കാറ്റർ ഫോക്കസ് എന്ന് വെച്ചാൽ ഒന്നിലേക്കും ഫോക്കസ് ചെയ്യാതെ തന്നെ ഇരിക്കാം. വെച്ചാൽ ഹൈപ്പർ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാറ്റർ ഫോക്കസ് അനിവാര്യമാണ്. സ്കാറ്റർ ഫോക്കസ് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓഫ് മൈൻഡിന് റെസ്റ്റ് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് സ്കാറ്റർ ഫോക്കസ്. ആൻഡ് ഹൈപ്പർ ഫോക്കസ് എന്ന് വെച്ചാൽ ഒരൊറ്റ വിഷയത്തിൽ നമ്മളെ കംപ്ലീറ്റ് അറ്റൻഷനും കൊടുത്തിട്ട് അത് വർക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഹൈപ്പർ ഫോക്കസ് ചെയ്യുന്നതിലൂടെ നോർമൽ ഉണ്ടാകുന്ന റിസൾട്ടിനേക്കാളും ബെറ്റർ റിസൾട്ട് ഉണ്ടാവുന്നതാണ് ക്രിസ് ബെയ്ലി ഇതിൽ പറയുന്നത്. ലൈക്ക് സ്കാറ്റർ ഫോക്കസ് ഒരിക്കൽ പറഞ്ഞു. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു ട്രിക്ക് അല്ല ഒരു ടിപ്പ് കാണാനുണ്ടായി. പ്രയോറിറ്റി 6 months ഉള്ളത് സംഭവം സിമ്പിൾ. നമ്മൾ ഇപ്പോൾ നാളെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഇന്ന് വൈകുന്നേരം ഇതിപ്പോൾ ഈ ഒരു തലേ ദിവസം രാത്രി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 6 points പ്രയോറിറ്റി ആയിട്ട് ഒരു 6 കാര്യങ്ങൾ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നു. എന്നുവെച്ചാൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ഉള്ള ആദ്യം കൊടുത്തിട്ട് നമ്മൾ ഒരു ലിസ്റ്റ് 6 ഉണ്ടാക്കുന്നു. അപ്പോൾ നാളെ നമുക്ക് എണീക്കുമ്പോൾ നാളെ രാവിലെ എണീച്ചാൽ എന്ത് ചെയ്യുന്നുള്ള ഇതിലൊരു uncertainty ഉണ്ടാവില്ല. We can just do. We have a clear path what to do. We have a clear plan what to do the next morning. And we എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ പോയിന്റിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യും. എന്ന് വെച്ചാൽ ഒന്നാമത്തെ ചെയ്ത് തീർന്നിട്ടേ രണ്ടാമത്തേലേക്ക് പോകും. ഇതിനനുസരിച്ച് മാത്രം ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ഫുള്ള് എക്സ്പെരിമെന്റ് ചെയ്യാമെന്ന് കരുതിയിരുന്നു. പക്ഷേങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ഓൾ 3 to 4 days മാത്രമേ ചെയ്തിട്ടുള്ളൂ. 3 to 4 days ചെയ്തത് തന്നെ ഞാൻ ഫസ്റ്റ് ദിവസം ഞാൻ ജസ്റ്റ് എന്താണ് ടൈപ്പ് സ്ക്രിപ്റ്റ് പഠിക്കാമെന്ന് മാത്രമായിരുന്നു. ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് മാത്രം മെൻഷൻ ചെയ്തു. പക്ഷെ അതിൽ അന്നത്തോളം ഞാൻ പിറ്റേന്ന് ടൈപ്പ് സ്ക്രിപ്റ്റിൽ ഫങ്ഷൻസ്, അറേ, അതുപോലെ തന്നെ ഊപ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ സ്പെസിഫിക് ആയിട്ട് കൊടുത്തപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് ഉണ്ടായി എന്നുള്ളതാണ്. ഞാൻ തൊട്ട് മുമ്പത്തെ വീക്കിലെ സ്കിൽ വളരെ എന്ന് വെച്ചാൽ 1-2 ദിവസങ്ങൾ തീരെ ഒന്നും ചെയ്യാൻ പറ്റിയതായിരുന്നില്ല, പ്രൊക്കാഷനായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വീക്കിൽ എനിക്ക് അങ്ങനെ ആകുന്നുള്ളൊരു നിർബന്ധമുള്ളതുകൊണ്ട് പ്രയോറിറ്റി 6 months മെത്തേഡ് പ്രാക്ടീസ് ചെയ്യാമെന്ന് നോക്കിയത്. ആൻഡ് ഐ തിങ്ക് ഐ ക്യാൻ ലൈക്ക് ദിസ് ആൻഡ് ഐ വാണ്ട് ടു കണ്ടിന്യൂ ആൻഡ് ബെറ്റർ വാണ്ട് ടു മേക്ക് ഇംപ്രൂവ്മെന്റ്. പിന്നെ എന്നുള്ള സ്കില്ല് പാസ്സായി. ഇപ്പോൾ ടൈപ്പ് സ്ക്രിപ്റ്റിലാണ്. ടൈപ്പ് സ്ക്രിപ്റ്റിൽ ഇപ്പോൾ
ജാവാ സ്ക്രിപ്റ്റിന്റെ സൂപ്പർ സെറ്റ് ആണെന്നൊക്കെ പറയുകയാണെങ്കിൽ ടൈപ്പ് സ്ക്രിപ്റ്റിൽ നോട്ട് എൻ്റയർലി ന്യൂ ലാംഗ്വേജ് ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഹാസ് ഇറ്റ്സ് ഓൺ സംതിങ് കുറച്ച് നോക്കാനുണ്ട്. ഇപ്പോൾ ഇതിൽ 2 ടാസ്ക് ചെയ്യാണ്ടായിരുന്നു. ഒന്ന് ഞാനൊരു ക്രെഡ് ആപ്ലിക്കേഷൻ ക്രിയേറ്റിംഗ് അപ്ഡേഷനൊക്കെ ഉള്ള ഒരു ക്രെഡ് ആപ്ലിക്കേഷൻ മുമ്പ് നമ്മൾ 6th വീക്ക് ചെയ്ത പോലത്തെ ഒരു കാര്യങ്ങളെന്ന് വെച്ചാൽ മുമ്പ് ചെയ്തിരുന്ന പോലെ തന്നെ ടൈപ്പ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് ചെയ്യാന്നുള്ളതാണ്. ആൻഡ് പിന്നെ ഒന്ന് ഊപ്സിന്റെ പ്രിൻസിപ്പൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയായിരുന്നു. 2ഉം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ലൈക്ക് എന്ന് വെച്ചാൽ ഞാൻ മുമ്പുള്ള സമയത്ത് ഒരു ക്രെഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ I take almost 6 or 5 days. And when it's come to now, I can do just in 1.5 days. വെച്ചാൽ 1.5 days ഫുള്ളി ഇരുന്ന് ചെയ്തെന്നല്ല, പക്ഷെ അതിൽ ഇത്രയും ടൈം എടുത്തു. വെച്ചാൽ ഒരു 6th വീക്ക് എന്ന് പറയുമ്പോൾ ഞാനൊരു മാർച്ചിലായിരുന്നു. ഐ തിങ്ക് സോ ഇൻ മാർച്ചിൽ നിന്ന് ഓഗസ്റ്റിലേക്ക് വരുമ്പോൾ ഈ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇമ്പ്രൂവ്മെന്റ് അതൊക്കെയാണ്. പിന്നെ ഞാൻ ഈ വീക്ക് ചെയ്തത് എന്താ വെച്ചാൽ കോഴ്സിറ എന്നുള്ളതാണ്. ഇപ്പം കോഴ്സിറ ശരിക്ക് കമ്മിങ് ടു നോ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇബ്രാഹിം കുട്ടികളുണ്ട് CH ആണ് ഞാൻ എനിക്ക് പറഞ്ഞത്. കോഴ്സിറ എന്നുള്ള സംഭവം ഉണ്ട്. അതിൽ ഒരുപാട് കോഴ്സുകളുണ്ട്, ഫ്രീ ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. ജസ്റ്റ് 1 or 2 hours സ്പെൻഡ് ചെയ്താൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ഇപ്പോൾ ഞാൻ ടൈപ്പ് സ്ക്രിപ്റ്റ് തുടങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് സ്ക്രിപ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി. ഒരുപാട് കോഴ്സുകളുണ്ട്. ഇപ്പോൾ ടൈപ്പ് സ്ക്രിപ്റ്റ് മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിലും, അതിപ്പോൾ കോഡിങ് ആണെങ്കിലും അല്ലെങ്കിലും കോഴ്സിറ ഒന്ന് നോക്കുന്ന വെച്ചാൽ നമുക്ക് ഞാൻ മുമ്പ് ഒരു 13 100 സർട്ടിഫിക്കറ്റ് ഒക്കെ നേടി കാണിപ്പോൾ അതൊക്കെ ഒരുപാട് പണി വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു 2 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്താൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. അതുപോലെ തന്നെ പെയ്ഡൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള കോഴ്സുകളും അതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുക, ലിങ്ക്ഡിനൊക്കെ ഒന്ന് സ്ട്രെങ്ത് ആക്കുക, റെസ്യൂമൊക്കെ ഒന്ന് സ്ട്രെങ്ത് ആക്കുക എന്നുള്ള ലക്ഷ്യം ഉണ്ടെങ്കിൽ കോഴ്സിറ ഡു വിസിറ്റ്. അതിൽ അടിപൊളി കോഴ്സസ് ഉണ്ട്. അതിപ്പം ഫോട്ടോഷോപ്പ് തുടങ്ങി എല്ലാ മേഖലയിലും ഐ തിങ്ക് ദർ ഈസ് സം കോഴ്സസ് ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ടൈപ്പ് സ്ക്രിപ്റ്റ് ഈ വീക്ക് ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത ആംഗുലറാണ് വരുന്നത്. ആൻഡ് ആംഗുലർ ഇപ്പോൾ ഇതുവരെയുള്ളതിനേക്കാൾ കുറച്ച് ബിറ്റ് മോർ ഫോക്കസ്ഡ് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ നോക്കുകയാണ്. ദാറ്റ്സ് ഓൾ. പിന്നെന്താ വെച്ചാൽ ഇനിയുള്ള കമ്മിങ് വീക്സിൽ കുറച്ചുകൂടി മോർ ഫോക്കസ്ഡ് ആവണം. ആഗ്രഹമുണ്ടല്ലോ പ്രശ്നം. ബട്ട് we need to change. When we want to change. അങ്ങനല്ല പറഞ്ഞാണെന്ന് വെച്ചാൽ നമുക്ക് മാറ്റമാണ്, നമ്മൾ മാറോ, വേറെ വയ്യൊന്നുമില്ല. ദാറ്റ്സ് ഓൾ. ഐ തിങ്ക് ഏകദേശമൊക്കെ പറഞ്ഞു. സോ until next time, take care. Peace out. You off